ശാലോമിൽ കൂടി. അമ്മ കിളിക്കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ഏതാണ് കിട്ടിയിരിക്കുന്നത്? 1 ഫസ്റ്റ്, നമ്പർ 2, നമ്പർ 3. ഓക്കെ, നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം അല്ലേ? പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ എപ്പിസോഡുകളും പിന്നിടുമ്പോൾ ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിക്കുകയാണ് ഈ വേദി. പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ മികച്ച പ്രകടനങ്ങൾക്കായി നമ്മോടൊപ്പം ചേരുന്നത് ടീം കേരളശ്ശേരി, ടീം ഒലിപ്പാറ, ടീം താവളം. നമുക്കേവർക്കും ഇവരെ സസന്തോഷം സ്വാഗതം ചെയ്യാം. കൃത്യതയുള്ള ഉത്തരങ്ങൾക്കായി ജീവനുള്ള ചോദ്യങ്ങളുമായി നമ്മുടെ ക്വിസ് മാസ്റ്റർ ഇവിടെ റെഡിയാണ്. ലെറ്റ്സ് വെൽക്കം our quiz master, Reverend Father Dr. Arun Kalamattu. പെനുവേൽ, the face of God, ദൈവത്തിൻ്റെ ചൈതന്യമാർന്ന മുഖം. അത് ദർശിക്കുകയാണ് അവതാരം ചെയ്ത വചനമാകുന്ന ഈശോയുടെ മുഖത്ത് ലോകം. നാം കടന്നു പോകുന്നത് ഈശോയുടെ മുഖം വായിച്ചുകൊണ്ടാണ്. വചനം അതിൽ അവതീർണമാകുന്നത് മിശിഹായുടെ മുഖമാണ്. ഏവർക്കും പെനുവേൽ മദേഴ്സ് ബൈബിൾ സീസൺ 2വിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഈ മത്സരത്തിലാകെ 5 റൗണ്ടുകളാണുള്ളത്. ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ഘട്ടത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത, സാധാരണഗതിയിൽ ഒരു മത്സരത്തിൽ നിന്ന് 2 ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു എങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് നിങ്ങളിൽ ഒരാൾ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നത്. അത് താവളമാണോ, കേരളശ്ശേരിയാണോ, ഒലിപ്പാറയാണോ എന്നാണ് ഞങ്ങൾ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ മത്സരത്തിൻ്റെ ആദ്യത്തെ റൗണ്ട് അത് സ്റ്റോർ ഹൗസ് റൗണ്ടാണ്. ഈ റൗണ്ടിൽ ഓരോ ചോദ്യത്തിനും എല്ലാവർക്കും പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചോദ്യം ഒരു ടീമിന് നേരിട്ട് ലഭിക്കും. അവർ ഉത്തരം ആലോചിച്ചുകൊണ്ടിരിക്കും. മറ്റ് 2 ടീമുകൾ തങ്ങളുടെ ഉത്തരം എഴുതും. അതിനുശേഷം ചോദ്യം ലഭിച്ച ടീമിന് അവരുടെ ഉത്തരം ശരിയാണെങ്കിൽ 30 പോയിന്റ് ലഭിക്കും. ഇനി അതേസമയം ഉത്തരം ശരിയായി എഴുതിയ ടീമുകൾക്ക് 20 പോയിന്റ് ലഭിക്കും. അങ്ങനെ ഓരോ ചോദ്യത്തിനും മുഴുവൻ പോയിന്റും നേടാൻ, അഥവാ 3 ടീമുകൾക്കും ഓരോ ചോദ്യത്തിനും പോയിന്റ് നേടാനുള്ള സാഹചര്യമാണ് നിങ്ങളുടെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്നത്. നമ്മൾ ആരംഭിക്കുകയാണ്. ചോദ്യം ആരംഭിക്കുന്നത് ടീം ഒലിപ്പാറയിൽ നിന്നാണ്. ഒലിപ്പാറ, നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. അവൻ പറഞ്ഞു, മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു. മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു മനുഷ്യരുടെ മുൻപിൽ. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാൻ തോന്നൂ അല്ലേ? പെട്ടെന്നൊന്ന് പറയാൻ തോന്നുന്നുണ്ടോ? അവർ എഴുതിക്കൊണ്ടിരിക്കുക. എഴുതി കഴിഞ്ഞോ? കേരളശ്ശേരി തവണ കഴിഞ്ഞു. സൊക്യാപ്പിയാണോ? ഒലിപ്പാറ, എന്താണ് ഉത്തരം? നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവം അറിയുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവം അറിയുന്നു. ദൈവം അറിയുന്നു. ഒന്നുകൂടെ ശരിയാക്കി പറയാമോ? അത്ര ശരിയാണ്. നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ ദൈവം അറിയുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു. ഉത്തരം ശരിയാണ്. ഭാഷാപരമായ പ്രശ്നം മാത്രമേ. ദൈവം ഹൃദയം അറിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. കേരളശ്ശേരിയുടെ ഉത്തരം എന്താണ്? ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു.
നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. ആര്? ദൈവം. ദൈവം. അതിൻ്റെ ചോദ്യത്തിനകത്തുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ നമ്മളെ തന്നെ നീതീകരിക്കുമ്പോഴും ദൈവത്തിന് നമ്മുടെ ഹൃദയം അറിയാം എന്നതാണ് തിരുവചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ടീം ഒലിപ്പാറ, നിങ്ങൾക്ക് 30 പോയിന്റ്, കേരളശ്ശേരിക്ക് 20 പോയിന്റ്, താവളത്തിന് 20 പോയിന്റ്. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം കേരളശ്ശേരിയോടാണ് നേരിട്ട്. ചോദ്യം ഇതാണ്: ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കഴിയുകയില്ല. അതിൻ്റെ കാരണമായി അബ്രാഹാം പറയുന്നു എന്ന വിധത്തിൽ വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അഥവാ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് അവിടേക്കോ അവിടെ നിന്ന് ഇങ്ങോട്ടോ വരാൻ കഴിയുകയില്ല എന്ന് വചനം പറയുന്നു? സമയം പൂർത്തിയാവുകയാണ്. എഴുതി അല്ലേ? കേരളശ്ശേരി, എന്താണ് ഉത്തരം? ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അത് ആരുടെ ഇടയ്ക്ക് എന്നായി പറയുന്നത്? അബ്രാഹത്തിന്റെയും ഇടയ്ക്ക് ഗർത്തം സ്ഥാപിക്കപ്പെടും. അതിന്റെ അർത്ഥം എന്താ? സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ ഒരു വലിയ ഗർത്തം. ഒരു ഗർത്തം. അങ്ങനെ ഒരു ഗർത്തമൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ഉത്തരം ശരിയാണോ എന്ന് അറിഞ്ഞാൽ മതിയാവും അല്ലേ? ടീം കേരളശ്ശേരി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം താവളം, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഒലിപ്പാറ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു വലിയ ഗർത്തം സ്ഥാപിച്ചിരിക്കുന്നു. ശരി, ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആ ചോദ്യം നിലനിൽക്കുകയാണ്, എന്താണ് ഈ ഗർത്തം? താവളത്തിനും പാലക്കാടിനും ഇടയ്ക്ക് ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ഈ ഗർത്തം എന്ന് പറയുന്നത് ഒരു അകലമാണ്, ഒരു അസാധ്യതയാണ്, ഒരു ഇമ്പോസിബിലിറ്റി. അവിടെ നിന്ന് ഇങ്ങോട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടോ പോകാൻ കഴിയുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതൊക്കെ തമ്മിലാണ് ഈ അകലമുള്ളത്? അത് സ്വർഗവും നരകവും തമ്മിലാണ്. ഈശോ പഠിപ്പിക്കുകയാണ്, തിരുവചനം പഠിപ്പിക്കുകയാണ്, അവസാന വിധിക്ക് ശേഷം സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കോ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കോ ആർക്കും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ആ അവസാന നിമിഷം വരെ മാത്രമാണ് മനുഷ്യന് തൻ്റെ ഭാഗധേയം തീരുമാനമെടുക്കാൻ, നിർണ്ണയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അഥവാ മനുഷ്യന് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം അത് മരണത്തിൻ്റെ വെളുമ്പിൽ വരെയാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. നരകത്തിലേക്ക് പോയ ഒരാൾക്ക് പിന്നീട് മാനസാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാനാവില്ല എന്നർത്ഥം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൽ ഈ കാലഘട്ടത്തിലൊക്കെ വളർന്നു വരുന്ന ചില സെക്റ്റുകൾ അവരിങ്ങനെ പഠിപ്പിക്കും, നരകത്തിലേക്ക് പോയ ആളുകളെ സുവിശേഷം അറിയിച്ച് അവർക്ക് മാമോസ കൊടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്ന വിഘടിത ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ട്. നമ്മൾ ഓർക്കണം, വിശുദ്ധ ഗ്രന്ഥം വളരെ കൃത്യതയോടുകൂടെ പറയുകയാണ്, ഇവിടെ നിന്ന് അവിടേക്കോ അവിടെ നിന്ന് ഇവിടേക്കോ പോകാനാവില്ല. മരണത്തിന് മുൻപ് മാനസാന്തരം നടന്നിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടൊരു ഗർത്തമെന്ന് പറഞ്ഞൊരു കുഴിയല്ല, അങ്ങനെ സ്വർഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് വീഴാൻ പറ്റുന്ന ഒരു കുഴി കിടക്കുന്നുവെന്നൊന്നും അതിനർത്ഥമില്ല. ടീം കേരളശ്ശേരി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന 30 പോയിന്റ്, താവളത്തിന് 20, ഒലിപ്പാറയ്ക്ക് 20. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം അത് ടീം താവളത്തിനുള്ളതാണ്. ഈശോ ഒരു ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ പറയുന്നുണ്ട് അല്ലേ? ഒരു ന്യായാധിപൻ, നീതി തേടി ചെല്ലുന്ന വിധവ, അവർ തമ്മിലുള്ള ഇടപെടലുകൾ, ഇതൊക്കെയാണ് അതിൻ്റെ വിഷയം. സത്യത്തിൽ എന്ത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഈ ഉപമ പറഞ്ഞത്? ആളെ ഒന്ന് പറയാൻ അനുവദിക്കാൻ മേലായിരുന്നു, ഞാൻ ഇവർക്കും കേട്ടത് എഴുതുകയും ചെയ്യാം. എഴുതിയോ? കഴിഞ്ഞു. നമുക്ക് താവളത്തിൻ്റെ അടുത്തേക്ക് പോകാം. താവളം, എന്താണ് ഉത്തരം? ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ. ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാൻ. ഒരു അഡ്ജക്റ്റീവും കൂടി ഉണ്ട് അതിന്. എപ്പോഴും പ്രാർത്ഥിക്കണം. ഭഗ്നാശരാകാതെ അഥവാ മടുപ്പ് തോന്നാതെ നിരന്തരം എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വിധവ നിരന്തരം ന്യായാധിപനെ ശല്യം ചെയ്തതുപോലെ ഒരു മടിയും വിചാരിക്കാതെ കർത്താവിൻ്റെ അടുത്ത് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നോളൂ എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്, ഈശോ പഠിപ്പിക്കുന്നത്. ഒലിപ്പാറയുടെ ഉത്തരം എന്താണ്? ഭഗ്നാശരാകാതെ എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ.
ഉണർന്നിരിക്കൽ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്തതാണ്. പെട്ടെന്ന് തന്നെ വന്നു. ചുമ്മാ അങ്ങ് വന്നേ ഉള്ളൂ. ടീം കേരളശ്ശേരി, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കും. ഉത്തരം ശരിയാണ്. ടീം താവളത്തിന് 30 പോയിന്റ്, ഒലിപ്പാറയ്ക്ക് 20, കേരളശ്ശേരിക്ക് 20. ഈ ചോദ്യത്തോടു കൂടി റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏകദേശം നിങ്ങളുടെ പോയിന്റ് നിലയെക്കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയുണ്ട്. എങ്കിൽ പോലും നമുക്ക് സ്കോർ ബോർഡ് അന്വേഷിക്കാം. റോസലിൻ, ഹിമ. ആദ്യ റൗണ്ടിനൊടുവിൽ സ്കോർ ബോർഡ് തുറക്കുമ്പോൾ എല്ലാ ടീമുകളും നേടിയിരിക്കുന്നു 70 പോയിന്റ്സ്. ബസ് റൗണ്ട് കുറച്ച് പേർക്കൊക്കെ ഭയങ്കര പേടിയാണ്, ടെൻഷനാണ്. കാരണം ഉത്തരം അറിയാമെങ്കിൽ പോലും ഞങ്ങൾക്ക് മുൻപേ മറ്റാരെങ്കിലും ബസർ ചെയ്യുമോ എന്നുള്ളതാണ് പേടി, അല്ലേ? പക്ഷേ അതിനെക്കുറിച്ച് സന്തോഷിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. മറ്റാർക്കും മുൻപ് ബസർ ചെയ്യാനുള്ള സാധ്യതയും നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ ഈ റൗണ്ടിലെ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ഒരു ടീമിന് തന്നെ പോലും പറയാൻ പറ്റും. നിങ്ങളിൽ ആരാണ് പ്രഗത്ഭരെന്ന് തിരിച്ചറിയപ്പെടുന്ന മാറ്റുരച്ച് നോക്കുന്ന ഒരു സമയമാണ് ബസർ റൗണ്ടിൻ്റെ സമയം. നമ്മൾ ആരംഭിക്കുകയാണ്. ശ്രദ്ധിക്കണം, ചോദ്യം ലഭിച്ചു കഴിഞ്ഞാൽ ചോദ്യം ആരംഭിക്കുന്ന സെക്കൻഡ് മുതൽ നിങ്ങൾക്ക് ബസർ ചെയ്യാം. ഏതെങ്കിലും ഘട്ടത്തിൽ ബസർ ചെയ്തിട്ട് ഉത്തരം അറിയാതെ വരികയോ തെറ്റിക്കുകയോ ചെയ്താൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ഉത്തരം തെറ്റാണെങ്കിൽ ചോദ്യം പാസ് ചെയ്യും. ബസർ ചെയ്ത ടീമിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ടീമിനായിരിക്കും അത് ആദ്യം പാസ് ചെയ്ത് കിട്ടുക. ആദ്യത്തെ ചോദ്യം. ഇത് കേട്ട് അവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈശോ എന്ത് പറഞ്ഞത് കേട്ടപ്പോഴാണ് ഈ ചോദ്യം ചോദിക്കപ്പെടുന്നതും ഈശോയും മറുപടി കൊടുക്കുന്നതും? ടീമൊലിപ്പാറ, ഉത്തരം അറിയാലേ? ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതായിരിക്കും. ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണ്. എന്താണ് ഈ സൂചിക്കുഴിയിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ? മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകരത് ഓർക്കുന്നുണ്ടാവും. സൂചിക്കുഴ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സൂചിയുടെ തുളയെക്കുറിച്ചല്ല. ജെറുസലേം ദേവാലയത്തിൻ്റെ ഇടുങ്ങിയ ചെറിയൊരു കവാടമാണ്, അതിൻ്റെ പേരാണ് സൂചിക്കുഴ. അങ്ങനെ പേരാണ്, അജകവാടം എന്നൊക്കെ നമ്മൾ കേട്ടത്. അതുപോലെ ഒരു ചെറിയ കവാടമാണ്, ഒരു കിളിവാതിൽ പോലത്തെ കവാടം. അതിനകത്തൊരു മനുഷ്യന് തന്നെ വളരെ ഞെരുങ്ങിയാണ് കടന്നു പോകാൻ പറ്റുള്ളൂ. അതിനകത്തൊരു ഒട്ടകത്തിന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ടീം ഒലിപ്പാറ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. സൂചിക്കുഴ എന്ന് പറയുന്ന ആ ചെറിയ കവാടത്തിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് ഈശോ പറഞ്ഞപ്പോഴാണ് ഇവർ ഈ ചോദ്യം ചോദിക്കുന്നത്. ടീം ഒലിപ്പാറയ്ക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. രണ്ടാമത്തെ ചോദ്യം. ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ ആരെ നിങ്ങൾ ന്യായാധിപരായി അവരോധിക്കുന്നുവോ എന്ന്? ടീം കേരളശ്ശേരി. കേരളശ്ശേരി, ഈ ചോദ്യത്തിന് പൂർത്തീകരിക്കാൻ വേറെ പല സാധ്യതകളൊക്കെ ഉള്ളതല്ലേ? ഏതായാലും നിങ്ങളുടെ ഉത്തരം പറ, ഉത്തരം മാത്രമേ പറയുള്ളൂ. സഭ അല്പം പോലും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപരായി. ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ ആരെ നിങ്ങൾ ന്യായാധിപന്മാരായി അവരോധിക്കുന്നുവോ എന്ന് ചോദിച്ചാണ് വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയെ ശാസിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. സഭ അല്പവും വിലമതിക്കാത്തവരെ. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഇടയിൽ കലഹങ്ങളുണ്ടാകുമ്പോൾ, തർക്കങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ അതിനെ തീർപ്പ് കൽപ്പിക്കാൻ കഴിവുള്ളവരുണ്ടാകണം. വിശുദ്ധരെ പോലും വിധിക്കേണ്ടവരാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നൊക്കെ വിശുദ്ധ പൗലോസ് ചോദിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ പലപ്പോഴും ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇടയ്ക്ക് ഒരു പ്രശ്നമോ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പം പണ്ടൊക്കെ ഓടി വികാരിയച്ഛൻ്റെ അടുത്തൊക്കെ ചെല്ലുമായിരുന്നു, അച്ഛാ ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമാണ്. ഇപ്പോൾ അതിനു മുമ്പ് ചിന്തിക്കുന്നത് ഏത് കോർട്ടിൽ ഇത് ഫയൽ ചെയ്യണമെന്നാണ്, അല്ലേ? രമ്യതയിലും സ്നേഹത്തിലും ഒക്കെ പരിഹരിക്കാൻ, ദൈവനാമത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കർത്താവിൻ്റെ അഭിഷിക്ത ശുശ്രൂഷയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെയുള്ള സംവിധാനം നമ്മുടെ സഭയിലാണെങ്കിൽ അതിനുള്ള നിയമ സംവിധാനങ്ങൾ പോലും ഉണ്ടായിരിക്കെ അതൊന്നും ഉപയോഗിക്കാതെ വാശിയും വൈരാഗ്യവും ഒക്കെയായിട്ട് കോടതികൾ കയറി ഇറങ്ങുന്ന എല്ലാവരോടും കാലികമായി വിശുദ്ധ ഗ്രന്ഥത്തിന് പറയാനുള്ള കാര്യമാണ്, ചോദിക്കാനുള്ള ചോദ്യം തന്നെയാണിത്. നമ്മളതിനെ ഗൗരവത്തോടെ കേൾക്കേണ്ടതാണ്. നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, ഉണ്ടാകുന്നെങ്കിൽ തന്നെ അത് രമ്യതയോടെ പരിഹരിക്കാൻ നമുക്ക് തന്നെ പറ്റണം എന്നുള്ളതാണ് അതിൻ്റെ പിറകിലെ കാര്യം. ടീം കേരളശ്ശേരി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. എന്നെ സന്തോഷിപ്പിക്കുന്ന, വളരെ സന്തോഷഭരിതനാക്കുന്ന ഒരു കാര്യം, നമ്മുടെ പാലക്കാട് രൂപതയിലെ അമ്മമാർ അവർ ഭയങ്കര എന്താ പറയുക, കുട്ടികളൊക്കെ പറഞ്ഞ പോലെ
സൂപ്പറാണ് എന്നുള്ളതാണ്. ഇവിടെ അപൂർവം ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയപ്പെടാതെ പോകുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ മത്സരം ആരംഭിച്ച കാലം മുതൽ നിങ്ങളൊന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം, അപൂർവം ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഉത്തരം പറയപ്പെടാതെ പോകുന്നത്. നിങ്ങൾ ഇതൊക്കെ എങ്ങനെ ഇത്രമാത്രം പഠിച്ചിട്ട് വരുന്നു എന്ന് ഈ കാണുന്ന പ്രേക്ഷകരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. അത് പാലക്കാട് രൂപതയ്ക്ക് തന്നെയും അഭിനന്ദനാർഹമാണ്, അഭിമാനാർഹമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അതിൻ്റെ അഭിനന്ദനം അർഹിക്കുന്നവരുമാണ്. നമുക്കടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: നിങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ആര് നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് എന്നാണ് ടീം ഒലിപ്പാറയാണ് ആദ്യം ബസർ ചെയ്തിരിക്കുന്നത്. സാത്താൻ നിങ്ങളെ കബളിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. സാത്താൻ നിങ്ങളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് എന്നതാണ് അതിന്റെ ശരിയായ ഉത്തരം. ടീം ഒലിപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം. ഒരു കാര്യം പറഞ്ഞ ശേഷം വിശുദ്ധ പൗലോസ്ലീഹ തുടരുകയാണ്: എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയുമാണ്. എന്ത് പറഞ്ഞിട്ടാണ്? അഥവാ കേരളശ്ശേരി. ഉത്തരം ചോദ്യം പൂർത്തീകരിച്ചില്ലായിരുന്നു എങ്കിലും ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ ചോദ്യം എവിടേക്കാണ് പോകുന്നതെന്നും അറിയാം അല്ലേ? ഉത്തരം പറഞ്ഞോളൂ. സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. തിരുസഭ അവൻ്റെ ശരീരമാണ്. തുടർന്ന് പൂരിപ്പിക്കൂ. സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. എന്ത്? പരിശുദ്ധ സഭ. തിരുസഭ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരോ ഏതാനും സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ അസോസിയേഷനോ ഒരു മതമോ പോലുമല്ല. അത് ഈശോയുടെ ശരീരമാണ്, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരമാണ്. അത് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. സഭ അവൻ്റെ ശരീരമാണ്, നമ്മുടെയല്ല, നമ്മുടെ അധികാരത്തിൻ്റെ കീഴിലുള്ളതല്ല, നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലുള്ളതല്ല. അത് അവിടുത്തേതാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ടീം കേരളശ്ശേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യത്തെ റൗണ്ടിൻ്റെ സമാപനത്തിലുള്ള അവസ്ഥയിലല്ല ഇപ്പോൾ. ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. റോസലിൻ, പോയിന്റുകൾ കൂട്ടിയോ? ഹിമ, പറയൂ. രണ്ടാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ ടീം ഒലിപ്പാറയ്ക്ക് ലഭിച്ചിരിക്കുന്നു 130 പോയിന്റ്സ്. ടീം കേരളശ്ശേരിക്കും ലഭിച്ചിരിക്കുന്നു 130 പോയിന്റുകൾ. ടീം താവളം 70 പോയിന്റ്. ചോദ്യം നിങ്ങൾക്ക് നൽകപ്പെടും. ആ ചിത്രം സൂക്ഷിച്ച് കാണുക. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക. ചിത്രം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉത്തരം, ശരിയായ ഉത്തരം കൊടുക്കാൻ പറ്റും. കേരളശ്ശേരി, ചോദ്യം എടുക്കാം അല്ലേ? ചോദ്യം: മിഷൻ പ്രവർത്തനത്തെ സഹായിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമായി പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റീസ് എന്ന കൂട്ടായ്മ സ്ഥാപിച്ച അൽമായ വനിതയാണ് ഇത്. 1799 ഫ്രാൻസിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു. ചൈനയിലേക്ക് ഒരു മിഷണറിയായി പോകുവാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സഹോദരനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ 10 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയ്ക്കായി സ്ഥാപിക്കപ്പെട്ടതാണ് പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റീസ്. പിന്നീട് ഇത് ഫ്രാൻസിൽ എല്ലായിടത്തും പടരുകയും 1922 പൊന്തിഫിക്കൽ പദവി ലഭിക്കുകയും ചെയ്തു. ഇന്ന് 140-ലധികം രാജ്യങ്ങളിൽ ഈ കൂട്ടായ്മ സജീവമായി പ്രവർത്തിക്കുന്നു. ലിവിംഗ് റോസറി എന്ന മറ്റൊരു കൂട്ടായ്മയ്ക്കും ഈ വനിത പിന്നീട് രൂപം നൽകി. മിഷൻ സൺഡേ ആചരണം ആരംഭിച്ചതിന് പിന്നിലും ഈ വനിതയുടെ പ്രചോദനമുണ്ട്. പുതിയതായി വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ട ഈ വനിത ആരാണ്? വാഴ്ത്തപ്പെട്ട പൗളിൻ ജാരിക്കോട്ട്. ഉത്തരം ശരിയാണത്. വാഴ്ത്തപ്പെട്ട പൗളിൻ ജാരിക്കോട്ടാണ്. ടീം കേരളശ്ശേരി, അഭിനന്ദനങ്ങൾ. 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം ടീം താവളത്തിനുള്ളതാണ്. താവളം, ചോദ്യം എടുക്കാം അല്ലേ? നിങ്ങൾക്ക് എളുപ്പമുള്ളതാകാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. വിഷ്വൽ. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ദേവദാസന്മാർ ഇവാനിയോസ് പിതാവ് സ്ഥാപിച്ച ദേവാലയമാണ് ഇത്. മലങ്കര കത്തോലിക്ക സഭയുടെ പ്രഥമ കത്തീഡ്രലാണ്. തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ 2008 ഒക്ടോബർ 13 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഈ ദേവാലയത്തെ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തി.
പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയം ഏതാണ്? സമാധാനരാജ്ഞി ബസിലിക്ക. സ്ഥലം എവിടെയാണെന്നറിയാവോ? പാളയം, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സമാധാന രാജ്ഞിയായ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയമാണത്. ടീം താവളം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ഒലിപ്പാറയുടേതാണ്. ഒലിപ്പാറ. വിഷ്വലിലേക്ക് പോകാം അല്ലേ? വിഷ്വൽ. കമ്മ്യൂണിസ്റ്റ് അധിനിവേശ കാലത്ത് പോളണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ച് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട 10 സന്യാസിനിമാരാണ് ചിത്രത്തിൽ. ചുവപ്പ് സൈന്യത്തിൻ്റെ ക്രൂരതകളെപ്പറ്റി അറിവുണ്ടായിരുന്നിട്ടും രോഗികളെയും ദരിദ്രരായവരെയും കുട്ടികളെയും ശുശ്രൂഷിച്ചിരുന്ന അവർ തങ്ങളുടെ ശുശ്രൂഷ ധീരോചിതമായി തുടർന്നു. 100-ലധികം പേർ രക്തസാക്ഷിത്വം വരിച്ചെങ്കിലും ആവശ്യമായ രേഖകളും സാക്ഷികളുമുള്ള 10 പേരെയാണ് വാഴ്ത്തപ്പെട്ടവരായി നാമകരണം ചെയ്തത്. പോളണ്ടിൽ ചുവപ്പ് സൈന്യം നടത്തിയ അതിക്രമങ്ങളുടെ കാലഘട്ടത്തെ ഒരിക്കൽ കൂടി ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ നാമകരണ നടപടികൾ കാരണമായി തീർന്നു. രക്തസാക്ഷിത്വം വരിച്ച് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ഈ സന്യാസിനിമാർ ഒരു സന്യാസ സമൂഹത്തിൻ്റെ അംഗങ്ങളായിരുന്നു. ഏതാണ് ആ സന്യാസ സമൂഹം? സിസ്റ്റേഴ്സ് ഓഫ് എലിസബത്ത്. ഉത്തരം ശരിയാണ്. സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് എലിസബത്ത് സന്യാസ സമൂഹത്തിലെ അംഗങ്ങളാണത്. ടീം ഒലിപ്പാറ, നിങ്ങൾ നേടുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ അടുത്ത ഘട്ടം ഹെൽപ്പ് ഡെസ്ക് അംഗങ്ങൾക്കുള്ളതാണ്. നിങ്ങളിത് കാത്തിരിക്കുകയായിരുന്നു എനിക്കറിയാം അല്ലേ? ആണോ? ഇത് വരരുതേ എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു, അതോ ആഗ്രഹിച്ച് കാത്തിരിക്കുകയായിരുന്നോ? ടീം താവളം ആഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്ക് വിഷ്വലിലേക്ക് പോകാം അല്ലേ? വിഷ്വൽ. എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? ഇതൊരു ഐക്കണാണ്. എന്താണ് നിങ്ങൾ ഇതിൽ കാണുന്നത്? ഉത്തരം പറയാം. കാഴ്ച നൽകുന്നു. അന്ധന് കാഴ്ച നൽകുന്നു. ഏതന്ധനാണ്? എവിടെ ഇരുന്ന അന്ധനാണ്? കൂടുതൽ എന്തെങ്കിലും അറിയാവോ? പ്രത്യേകിച്ചൊന്നുമില്ല. വഴിയരികിലിരുന്ന് അന്ധയാചകൻ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അന്ധയാചകനെ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അന്ധയാചകനാണ്. യാചകൻ. ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന അന്ധയാചകനാണ് അല്ലേ? ആ അന്ധയാചകനെ സുഖപ്പെടുത്തുന്ന ചിത്രമാണ്, അതിനെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കണ്ടത്. ടീം താവളം, നിങ്ങൾക്കുള്ളതാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം താവളം, ഇതെങ്ങാനും തെറ്റിച്ചായിരുന്നെങ്കിൽ ഇവർ നിങ്ങളെ ശരിപ്പെടുത്തുമായിരുന്നു അല്ലേ? അല്ലേ? ടീം കേരളശ്ശേരി, നിങ്ങൾക്കുള്ള ചോദ്യം റെഡിയാണ്? വിഷ്വൽ. ഉത്തരം പറയാം. കേരളശ്ശേരി. ചിത്രം കണ്ടിട്ട് എന്ത് തോന്നി? രാജകീയ പ്രവേശനം. രാജകീയ പ്രവേശനമാണ്. എവിടേക്കുള്ള? ജെറുസലേമിലേക്കുള്ള. അതാണോ നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്? നിർഭാഗ്യവശാൽ ടീം കേരളശ്ശേരി, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. വളരെ വ്യക്തമാണ് അത്. ആർക്ക് പറയാം? 10 കുഷ്ഠരോഗികൾ ഈശോയെ കണ്ട് ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് യാചിക്കുന്നതാണ്. അവരുടെ നിൽപ്പ് തന്നെ യാചനാ രൂപത്തിലാണ് അല്ലേ? 10 പേരതിനകത്തുണ്ട് താനും. അത് രണ്ടും കൂടെ നോക്കിയാൽ ഈശോയും ശിഷ്യന്മാരും നടന്നു വരും. രാജകീയ പ്രവേശനം അങ്ങനെയല്ലല്ലോ. ഓലകളൊക്കെ ആയിട്ട്, സൈത്തിൻ ചില്ലകളൊക്കെ ആയിട്ട്, വസ്ത്രമൊക്കെ വിരിച്ച് കഴുതപ്പുറത്ത് വരുന്ന ഈശോയെ അല്ലല്ലോ നമ്മൾ കണ്ടത്. സാരമില്ല, നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. ടീം ഒലിപ്പാറ, ഒലിപ്പാറ, നിങ്ങൾക്ക് ആ ചോദ്യം കിട്ടിയിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു അല്ലേ? നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായില്ല. നിങ്ങളുടെ ചോദ്യം മറ്റൊന്നാണ്. വിഷ്വൽ. ഉത്തരം പറയാം. ന്യായാധിപനും വിധവയും. ന്യായാധിപനെയും വിധവയുമാണോ നിങ്ങൾ അതിനകത്ത് കണ്ടത്? അതിനകത്തൊരു വിധവയുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ലല്ലോ. തെറ്റാണ്. ആർക്ക് പറയാം? കേരളശ്ശേരിക്കാർക്ക് പറയാൻ തോന്നുന്നു. ദേവാലയ ശുദ്ധീകരണം. ദേവാലയ ശുദ്ധീകരണമാണോ നിങ്ങൾ കണ്ടത്? കാര്യസ്ഥന് കണക്ക് ബോധിപ്പിക്കുന്നത്. കാര്യസ്ഥന് കണക്ക് കാര്യസ്ഥൻ കണക്ക് ബോധിപ്പിക്കും. ഏതാണ്ട് അതിന്റെ അടുത്തൊക്കെ വരും. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ധനവാനും ലാസറും. ധനവാനും ലാസറും അതിന്റെ അടുത്ത് വരും.
ഇളവ് ചെയ്തു അതന്നെ. കൊടുക്കുന്നത് അത് പറഞ്ഞോളൂ. ആ പറഞ്ഞു. അവിശ്വസ്തനായ കാര്യസ്ഥൻ. അവിശ്വസ്തനായ കാര്യസ്ഥൻ ഇളവ് ചെയ്തു കൊടുത്ത് അവൻ്റെ കാര്യം സേഫ് ആക്കുന്നതാണത്. കാരണം അവിടെ ഒരു യജമാനൻ ഇരിക്കുന്നു, കാര്യസ്ഥൻ ഇരിക്കുന്നു, അങ്ങനെ അതാണ് ആ ചിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലം അല്ലേ. ആ കാര്യസ്ഥൻ കണക്ക് പുസ്തകമൊക്കെ തുറന്നു വെച്ച് ഓരോരുത്തരെയും വിളിക്കുന്നു, പുറത്ത് ആളുകൾ കാത്തിരിക്കുന്നു. അതാണ് ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലം. വളരെ എളുപ്പത്തിൽ കണ്ടെത്താമായിരുന്നതായിരുന്നു. സാരമില്ല, ടീം അലിപ്പാറ, എല്ലാം നമുക്ക് ഉത്തരം കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ. ഈ ചോദ്യത്തോടു കൂടി ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിഷ്വൽ റൗണ്ടിൻ്റെ സമാപനത്തിൽ ഓരോ ടീമുകളും എവിടെ നിൽക്കുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. നമുക്ക് സ്കോർ ബോർഡിലേക്ക് പോകാം. റോസ്ലിൻ, ഈ മത്സരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? മത്സരങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ചെറിയ ചെറിയ അശ്രദ്ധകൾക്ക് വലിയ വലിയ വില കൊടുക്കേണ്ടി വരും. നമുക്ക് സ്കോർ ബോർഡ് നോക്കാം. ടീം ഒലിപ്പാറ 160 പോയിന്റുകൾ, ടീം കേരളശ്ശേരി 160 പോയിന്റുകൾ, ടീം താവളം 130 പോയിന്റുകൾ. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ പറയുന്ന വചനഭാഗം പെട്ടെന്ന് കണ്ടെത്തി അതിൽ വിരൽ വെച്ച് അതിന് മുൻപുള്ള വചനം മുതൽ വായിച്ചു തുടങ്ങണം. ഇത് നിങ്ങൾക്ക് 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ഇനി അത് 20 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 പോയിന്റുകൾ ലഭിക്കും. 10 പോയിന്റ് ക്വിസ് മാസ്റ്ററുടെ സമ്മാനമാണ്. റെഡിയാണോ? റെഡിയാണ്. ആരംഭിക്കാം. താവളം, കഴിഞ്ഞ റൗണ്ടിൽ നിങ്ങൾക്ക് നന്നായി മുന്നേറാൻ പറ്റി അല്ലേ? നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് എവിടെയാണ് അല്പം ഒന്ന് കുറഞ്ഞു പോയത്? ബസറാണ്. എന്താ പറ്റിയേ? കുറച്ച് സ്പീഡ് കുറഞ്ഞു പോയി. സ്പീഡ് കുറച്ച് കുറഞ്ഞു പോയി. നിങ്ങൾ ഈ താവളം മലനിരകളിലൂടെയൊക്കെ പാഞ്ഞു നടക്കുന്ന നിങ്ങളുടെ സ്പീഡ് കുറഞ്ഞു പോയി. സാരമില്ല, നിങ്ങൾ ഒട്ടും പുറകിലൊന്നുമല്ല. ചോദ്യം ഇതാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. സെക്കൻഡുകൾ കൂടി. സമയം കടന്ന് പോവുകയാണ്. സമയം കടന്നു പോയിരിക്കുന്നു. ടീം താവളം, നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏത് സ്ഥലത്താണെന്നറിയാമോ? അത് അറിയില്ല. ആർക്കാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? എവിടെയാണത്? എഫേസസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-10 ആണ്. ഒന്നെടുത്ത് വായിച്ചേ. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സാരമില്ല, വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. ടീമലിപ്പാറ, നിങ്ങളുടേതാണ് അടുത്ത ചോദ്യം. അതിനാൽ ഞാൻ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് മക്കദോനിയയിലേക്ക് പോയി. അതിനാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞിട്ട് മക്കദോനിയയിലേക്ക് പോയി. മൂന്ന് സെക്കൻഡ് കൂടി. 2, 1, 0. സമയം കടന്നുപോയി. ഒലിപ്പാറ, കിട്ടിയോ? കിട്ടി. ഒന്ന് വായിച്ചു. എന്നാൽ എൻ്റെ സഹോദരനെ തീത്തോസിനെ അവിടെ കാണായികയാൽ എൻ്റെ മനസ്സിനൊരു സ്വസ്ഥതയുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് മക്കദോനിയയിലേക്ക് പോയി. ഇതെവിടെയാണെന്ന് അറിയാമായിരുന്നു അല്ലേ? ഞാൻ പാലക്കാടത്തെ അമ്മമാർ ഒരു ചോദ്യവും വിടാറില്ല എന്ന് പറഞ്ഞതിൽ പിന്നെ നിങ്ങൾ നിറച്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വിട്ടുകളയാൻ തുടങ്ങിയല്ലോ. അറിയാവുന്ന സ്ഥലമായിരുന്നു അല്ലേ? സാരമില്ല, ഒരു മിസ്സിംഗ് ഒക്കെ ആർക്കും വരാം. ടീം കേരളശ്ശേരി, നിങ്ങൾക്കുള്ള ചോദ്യം. കർത്താവെ എവിടേക്ക് എന്ന് അവർ ചോദിച്ചു. കർത്താവെ എവിടേക്ക് എന്ന് അവർ ചോദിച്ചു. സെക്കൻഡ് കൂടി. 2 സ്ത്രീകൾ ഒരുമിച്ച്
ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. കർത്താവെ എവിടേക്ക് എന്നവർ ചോദിച്ചു. അവൻ പറഞ്ഞു, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. ടീം കേരളശ്ശേരി, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം കേരളശ്ശേരിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടം വീണ്ടും ഹെൽപ്പ് ഡെസ്കിനുള്ളത്. നമ്മൾ ആരംഭിക്കുന്നു. ടീം കേരളശ്ശേരി, നിങ്ങൾക്കായി ഒരു വചനം ഞാനിങ്ങനെ ഭാഗങ്ങളാക്കി ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആ നിധി നിങ്ങൾക്ക് തുറന്നു നോക്കാം. വാക്കുകൾ ഒരു വചനഭാഗമായി ക്രമീകരിക്കാം. നിങ്ങൾക്ക് നന്നായി ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാവുന്നതുപോലെ അതിവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് 1.5 മിനിറ്റ് സമയമാണ്. 1.5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് ചെയ്ത് തീർത്ത് വായിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ഇനി നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് തരാൻ പോകുന്നത് 40 പോയിന്റാണ്. റെഡിയാണ്? റെഡിയാണോ? മറിച്ച് നോക്കാതെ നിങ്ങൾക്കിത് കാണാവോ? ഇല്ലല്ലോ അല്ലേ? നമുക്ക് ആരംഭിക്കാം. 1, 2, 3 സ്റ്റാർട്ട്. ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നത് എങ്ങനെ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നത് എങ്ങനെ? ശരിയാണ് ടീം കേരളശ്ശേരി. ശരിയാണെന്ന് മാത്രമല്ല, നിങ്ങൾ സമയത്തിന് മുൻപ് 1 മിനിറ്റ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇത് സെറ്റ് ചെയ്ത് കഴിയുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റും പിന്നെ 10 പോയിന്റ് കൂടെ കൂട്ടിച്ചേർത്ത് 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഒലിപ്പാറ റെഡിയാണ്? നമുക്ക് ആരംഭിക്കാം. 1, 2, 3 സ്റ്റാർട്ട്. അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി അനേകം ആളുകൾ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് ഞങ്ങളെ പ്രതി സ്തോത്രമർപ്പിക്കാൻ ഇടയാകും. ചെറിയൊരു ഗ്രാമർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വാചകം അതിൽ തന്നെ പൂർണ്ണതയുള്ളതാണ്, അർത്ഥമുള്ളതുമാണ്. ആശയപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലതാനും. അതുകൊണ്ട് ടീം ഒലിപ്പാറ നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. താവളം വാ. നമുക്ക് ആരംഭിക്കാം. 1, 2, 3 സ്റ്റാർട്ട്.
5 സെക്കൻഡ് കൂടി. അതുകൊണ്ട് അവൻ അഗാധ ദുഃഖത്തിൽ പതിക്കാതിരിക്കുന്നതിനും നിങ്ങൾ അവനെ ആശ്വസിപ്പിക്കുകയും അവനോട് ക്ഷമിക്കുകയും ചെയ്യണം. അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം എന്നൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അർത്ഥത്തിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അർത്ഥപൂർണമായിട്ട് തന്നെയാണ് ആ വചനഭാഗം പൂർത്തീകരിച്ചിരിക്കുന്നത്. ടീം താവളം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനം. ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്ത റൗണ്ടോടുകൂടെ ഈ എപ്പിസോഡും പൂർത്തിയാകും. ആരാണ് അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ടീം? അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഹിമ, റോസലിൻ, പോയിന്റുകൾ കൂട്ടി നോക്കാം. 4ാമത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ടീം കേരളശ്ശേരിക്ക് 230 പോയിന്റുകൾ, ടീം ഒലിപ്പാറയ്ക്ക് 190 പോയിന്റുകൾ, ടീം താവളത്തിന് 160 പോയിന്റുകൾ. ചോദ്യം നിങ്ങൾ വില കൊടുത്തു വാങ്ങുകയാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാൻ കഴിയും. ഇനി മറ്റൊരു പ്രത്യേകത, ഏതെങ്കിലും ഒരു നിർണായക അവസരത്തിൽ ഒരു ടീമിന് നിങ്ങൾക്ക് ലഭിച്ച ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതുക. നിങ്ങൾക്കുള്ള സാധ്യത ഇതാണ്: ഞങ്ങൾക്ക് ഈ ചോദ്യം വേണ്ട എന്ന് എന്നോട് പറയാം. അപ്പോൾ ഞാൻ ആ ചോദ്യം തിരിച്ചെടുക്കും. പകരം ഈ ബൗളിൽ നിക്ഷേപിച്ചിരിക്കുന്ന 3 ചോദ്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തരും. നിങ്ങൾ വരികയും അതിൽ നിന്ന് ഒരു ചോദ്യം എടുത്ത് എന്നെ ഏൽപ്പിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ രീതി. താവളം, ഇപ്പോഴെന്താണ് നിങ്ങളുടെ സ്ഥിതി? പോയിന്റ് കുറവാണ്. പോയിന്റ് കുറച്ച് കുറവാണ്. പക്ഷെ അതൊരു ആശങ്കപ്പെടേണ്ട അവസ്ഥയാണോ? ആശങ്കപ്പെടേണ്ട അവസ്ഥയല്ല. കാരണം അടുത്തൊരു റൗണ്ടും കൂടി ബാക്കി. ഇനി എന്ത് സംഭവിക്കുക അല്ലേ? വരുന്ന ടീമുകൾക്ക് പോയിന്റ് കുറഞ്ഞാലും നമ്മൾ രക്ഷപ്പെടും. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ചോദ്യം എടുക്കൂ. സ്വീകരിക്കുകയാണ്. എടുക്കുകയാണ്. 30 പോയിന്റുകൾ എനിക്ക് തരിക. ചോദ്യം ഇതാണ്: പുതിയ നിയമത്തിലെ ദൈവിക വെളിപാടിൻ്റെ രഹസ്യം 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വെളിപ്പെടുത്തപ്പെട്ടത്. അവയിൽ 2 ഞാൻ പറയാം. ഒന്ന്, സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, കർത്താവും മിശിഹായുമായ ഈശോയുള്ള വിശ്വാസം ഉദ്ദീപിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് എന്താണ്? നീതിപൂർവകമായി ജീവിതം നയിക്കുക എന്നതാണ്. ഉത്തരം തെറ്റാണല്ലോ താവളം. അതല്ല അതിൻ്റെ ഉത്തരം. ആർക്ക് പറയാം? സഭയെ ഒന്നിപ്പിക്കുന്നതിന്. സഭയെ ഒരുമിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ലേ? നിങ്ങൾക്ക് അല്പം കൂടെ ഒന്ന് ആലോചിക്കാനുള്ള സമയമുണ്ടായിരുന്നു. ഹെൽപ്പ് ഡെസ്കിനോട് വേണേൽ ചോദിക്കാമായിരുന്നു. സാറേ, ആ പോയിന്റുകൾ കിസ് മാസ്റ്ററുടേതായിരിക്കും. രണ്ടാമത്തേത് എങ്ങനെ എടുക്കണം? രണ്ടാമത്തേത് എങ്ങനെയാണ് എടുക്കണം? എടുക്കാൻ പോവുകയാണ്. 40 പോയിന്റുകൾ കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ ചോദ്യം സ്വീകരിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ചോദ്യം ഇതാണ്: ദൈവാവിഷ്കരണം എന്ന ഡോക്യുമെൻ്റ് നിങ്ങൾ പഠിച്ചു. ആ ഡോക്യുമെൻറ്റിൻ്റെ 6ാമത്തെ അധ്യായത്തിൻ്റെ പേരെന്താണ്? വിശുദ്ധ ലിഖിതത്തിന്റെ വ്യാഖ്യാനം. അങ്ങനെയാണ്. നിർഭാഗ്യവശാൽ ടീം താവളം, ആ ഉത്തരവും തെറ്റാണ്. ആർക്ക് പറയാം? പറഞ്ഞോ. വിശുദ്ധ ലിഖിതങ്ങൾ സഭയുടെ ജീവിതത്തിൽ. വിശുദ്ധ ലിഖിതങ്ങൾ സഭയുടെ ജീവിതത്തിൽ എന്നാണ്. ടെക്സ്റ്റ് മുഴുവൻ പഠിക്കുകയും ടൈറ്റിൽ വായിച്ചു നോക്കാതിരിക്കുകയും ചെയ്തു. ഇങ്ങനൊരു അപകടം വരുമെന്ന് വിചാരിച്ചില്ല അല്ലേ? അതും ഇതുപോലത്തെ ഒരു നിർണായക സമയത്ത്. സാരമില്ല. എങ്ങനെയാണ്? അടുത്ത ചോദ്യം എടുക്കുകയാണോ? ചോദ്യം എടുക്കണോ? നിങ്ങൾക്ക് ആരോടെങ്കിലും ആലോചിക്കാനുണ്ടോ? എന്തായാലും എടുക്കാം. എടുക്കാനും പോവാണ്. എടുക്കുക. അല്ല, എന്തായാലും ഇപ്പൊ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എടുക്കാം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഓ ശരി. 50 പോയിന്റുകൾ തന്നോ? കഴിഞ്ഞ 2 കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് കിട്ടാവുന്നതായിരിക്കും അല്ലേ? ചോദ്യം ഇതാണ്: ദൈവവർമ്മം എന്ന ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒടുവിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഏത് മാർപ്പാപ്പയാണ്? പോൾ മെത്രാൻ. ഏത് മാർപ്പാപ്പയാണ്?
പറയാൻ തോന്നുന്നുണ്ടോ? വ്യക്തതയില്ല. സാരമില്ല, കാര്യമാക്കണ്ട. ആർക്ക് പറയാം? പറഞ്ഞോളൂ. പോൾ ആറാമൻ മാർപ്പാപ്പയാണ്. പോൾ ആറാമൻ മാർപ്പാപ്പയാണ്. തീർച്ചയായും പോൾ മെത്രാൻ എന്നത് ശരിയാണ്. പക്ഷേ പോൾ മെത്രാൻ എന്നറിയപ്പെടാവുന്ന മാർപ്പാപ്പകൾ, എന്തുകൊണ്ടാണ് മാർപ്പാപ്പ ഒരു മെത്രാനാണ്, അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞതിന് തെറ്റില്ല എന്ന് പറയും. പക്ഷെ മാർപ്പാപ്പ എന്ന് പറയുന്നതല്ലാണ് നല്ലത്. പോൾ ആറാമൻ മാർപ്പാപ്പയാണ് അല്ലേ കൗൺസിലിൻ്റെ സമാപനത്തിലുണ്ടായിരുന്നത്. വളരെ അടിസ്ഥാനപരമായ ഒരു വിവരമായിരുന്നു. നിങ്ങളത് പറയുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സാരമില്ല, 50 പോയിന്റ് തൽക്കാലത്ത് എനിക്ക് നഷ്ടമാകുന്നു എന്ന് മാത്രം. ഓക്കെ, സാരമില്ല. ടീം താവളം, ഞങ്ങൾ അടുത്ത ടീമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒലിപ്പാറയിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഞങ്ങളിപ്പോൾ 190 പോയിന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പർച്ചേസ് റൗണ്ട് രണ്ടാം സ്ഥാനത്താണ് അല്ലേ? ഇപ്പോൾ നിങ്ങൾ 2ാം സ്ഥാനത്താണ്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പർച്ചേസ് റൗണ്ട് ഫുള്ള് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് തോന്നുന്നത്. എങ്ങാനും അത് നഷ്ടപ്പെട്ട് പുറകോട്ട് പോകുന്നതിലും ഭേദം സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കുന്നതല്ലേ? വേണ്ട, അത് കാര്യമില്ലല്ലോ. കാരണം ഒരു ടീമാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ ടീമാണ് എന്തായാലും കടന്നു പോകുള്ളൂ. എന്തായാലും മത്സരിച്ചേ മതിയാവും. നിർബന്ധിതരായി. ശരി, തരൂ. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: വിശുദ്ധ ലിഖിതങ്ങൾ ഏത് വിധത്തിലാണ് തിരുസഭയിൽ അനാദി മുതലേ ആദരിക്കപ്പെടുന്നത്? വിശുദ്ധ ലിഖിതങ്ങൾ ഏത് വിധത്തിലാണ് തിരുസഭയിൽ അനാദി മുതലേ ആദരിക്കപ്പെടുന്നത്? കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ. ഉത്തരം ശരിയാണ്. കർത്താവിൻ്റെ ശരീരത്തെ എന്നതുപോലെയാണ് വിശുദ്ധ ലിഖിതങ്ങൾ ആദ്യം മുതലേ തിരുസഭയിൽ ആദരിക്കപ്പെടുന്നത്. ശരി ഉത്തരം പറഞ്ഞിട്ട് ഒരു ഭാവവ്യത്യാസവും ഇല്ലല്ലോ. കഷ്ടപ്പെട്ട് സന്തോഷം ഉള്ളിൽ അതൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നല്ലേ. ടീം ഒലിപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ വില 40 പോയിന്റുകളാണ്. തരുമോ? ചോദ്യം ഇതാണ്: ആരാണ് ഈ ശരീരം ധരിച്ച വചനത്തിന്റെ മണവാട്ടി? തിരുസഭയാണ്. ഉത്തരം ശരിയാണ്. ഒലിപ്പാറ പരിശുദ്ധ സഭയാണ് ശരീരം ധരിച്ച വചനത്തിന്റെ മണവാട്ടി എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിന്റെ വില 50 പോയിന്റ്. തരൂ. നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. അടുത്ത് നിൽക്കുന്ന ടീം പ്രാർത്ഥിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്: വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ സുവിശേഷം രേഖപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം കണക്കിലെടുത്ത് വിശദീകരിച്ചുകൊണ്ടാണ് ഈശോയുടെ ജീവിതത്തെ അവതരിപ്പിക്കുന്നത് എന്ന് 19ാം പാരഗ്രാഫിൽ നാം വായിക്കുന്നുണ്ട്. എന്ത് കണക്കിലെടുത്ത് വിശദീകരിച്ചു എന്നാണ് വായിക്കുന്നത്? വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ സുവിശേഷം രേഖപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം കണക്കിലെടുത്ത് വിശദീകരിച്ചുകൊണ്ടാണ് ഈശോയുടെ ജീവിതത്തെ അവതരിപ്പിക്കുന്നത് എന്നാണ് 19ാമത്തെ അധ്യായത്തിൽ നാം വായിച്ചത്. അന്നത്തെ കാലഘട്ടങ്ങൾക്കും ജനങ്ങളുടെ പരിസ്ഥിതിക്കും അനുസൃതമായി അവരുടെ സാഹചര്യം അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ഉത്തരം തെറ്റാണ്. എന്താണ് ഉത്തരം? ആർക്ക് പറയാം? അതിന് ഉത്തരം ഇതാണ്: തിരുസഭയുടെ പശ്ചാത്തലം. തിരുസഭാ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോയുടെ ജീവിതത്തെ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ അവതരിപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡായിട്ടല്ല. പരിശുദ്ധ സഭ എങ്ങനെ ഈശോയെ സ്വീകരിച്ചു, അവിടുത്തെ പ്രവൃത്തികളെ, അവിടുത്തെ വാക്കും പ്രവൃത്തിയും അതെങ്ങനെ സ്വീകരിച്ചു എന്നതിൻ്റെ വെളിച്ചത്തിലാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നത്. 50 പോയിന്റ് കൈവിട്ടുപോയി. സാറേ, നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഏതായിരുന്നു അത്? പക്ഷെ നിങ്ങളത് എടുക്കാത്തതാണോ ഓർക്കാത്തതാണോ? അത് ഓർത്തില്ല. സാരമില്ല. ഞങ്ങൾ അടുത്ത ടീമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ടീം കേരളശ്ശേരിയാണ്. കേരളശ്ശേരി എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ മത്സരത്തിൻ്റെ ഭാവി. കേരളശ്ശേരി, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി? 230. നിങ്ങൾ എത്രാമതാണ്? രണ്ടാം സ്ഥാനത്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും?
പോയിന്റ് ക്വസ്റ്റ്യൻ എടുക്കേണ്ടി വരും. ചോദ്യം എടുക്കണോ? എടുത്തിട്ട് അതെങ്ങനെ പോയാലോ? ഏതായാലും ഒരാൾക്കല്ലേ കയറാൻ. എങ്ങനെയായാലും വ്യത്യാസമൊന്നുമില്ല. എടുക്കാൻ പോവുകയാണ്. മുപ്പത് പോയിന്റ് കൈവിട്ടിട്ടാണ് നിങ്ങൾ ഈ ചോദ്യത്തെ നേരിടുന്നത്. ചോദ്യം ഇതാണ്: 2 ഉടമ്പടി പുസ്തകങ്ങളുടെയും പ്രചോദനകർത്താവും രചയിതാവുമായ ദൈവം പുതിയത് പഴയതിൽ മറഞ്ഞിരിക്കാനും പുതിയതിൽ പഴയത് വെളിവാകാനും ജ്ഞാനപൂർവം ക്രമവൽക്കരണം ചെയ്തു. ആരുടെ ആശയമാണ് കൗൺസിൽ ഈ ഉദ്ധരിക്കുന്നത്? സെന്റ് അഗസ്റ്റിൻ. ഉത്തരം ശരിയാണത്. വിശുദ്ധ അഗസ്തീനോസ് ആണ്. ടീം കേരളശ്ശേരി, അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. കേരളശ്ശേരി, ഇനി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഒരു ചോദ്യം എടുത്ത് കുറച്ചുകൂടെ പോയിന്റ് കൂടുതൽ കിട്ടിയാൽ നിങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ആരാണ് നിങ്ങളുടെ വികാരി അച്ഛൻ? റിജോ മേടിക്കൽ അച്ഛൻ. റിജോ അച്ഛൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലേ? ചിന്ത കണ്ടുകൊണ്ടിരിക്കുന്നു. അച്ഛൻ എന്ത് ചെയ്യാ പോയിന്റ് കൊണ്ട് വരാത്തതെന്ന് ചോദിക്കല്ലേ? ആൻസർ പറയാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനോട് അഭിപ്രായം ചോദിക്കണോ? ചോദ്യം വേണ്ടെന്നാണോ? അവരുടെ അഭിപ്രായമേ വേണ്ട എന്നാണോ? ചോദ്യം വേണ്ട. ചോദ്യം വേണ്ട. ചോദ്യമേ വേണ്ട. വേണ്ട, തീർത്തും തീരുമാനിച്ചു. നിങ്ങളുടെ ആ തീരുമാനത്തോടു കൂടെ ഈ മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് ആരാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. സ്കോർ ബോർഡിലേക്ക് പോകാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരാണെന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. ഈ മത്സരത്തിന് സമാപ്തിയിൽ 3-ാം സ്ഥാനത്ത് 40 പോയിന്റുമായി ടീം താവളം, 2-ാം സ്ഥാനത്ത് 210 പോയിന്റുമായി ടീം ഒലിപ്പാറ, 260 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് ടീം കേരളശ്ശേരി. ചെറുതായിട്ട് പേടിച്ചു പോയായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞങ്ങളുടെ വികാരി അച്ഛൻ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. അതെ അതെ, എങ്ങാനും തോറ്റായിരുന്നെങ്കിൽ വികാരിച്ചൻ നിങ്ങളെ കൂട്ടാതെ തിരിച്ചു പോയേനെ. ടീം താവളം, നിങ്ങൾ നന്നായിട്ട് പങ്കെടുത്തില്ലേ? നന്നായി പങ്കെടുത്തു. നിങ്ങൾ നന്നായിട്ട് പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്. നന്നായി നിങ്ങൾ മത്സരിച്ചു. ടീം ഒലിപ്പാറ, നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കുഴപ്പമില്ലാണ്ട് വരും. കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു? എപ്പോഴാണ് ആ പ്രതീക്ഷയ്ക്ക് ശകലൊരു വിള്ളൽ വന്നത്? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പിന്നെ അവസാനമാണ് അല്ലേ? സാരമില്ല. പക്ഷെ നിങ്ങൾ 3 ഘട്ടങ്ങൾ പിന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? അതൊരു വലിയ നേട്ടമാണ്. നിങ്ങൾ നന്നായി പഠിച്ചിരുന്നു, നന്നായി ഒരുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാവുന്നതുപോലെ ഒരു ടീമിന് മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുള്ളൂ. നിങ്ങളെ ഞങ്ങൾ യാത്രയാക്കുകയാണ് സ്നേഹത്തോടു കൂടെ മാത്രമല്ല, നിങ്ങൾക്ക് നല്ല ഒരു എന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു മെമൻറ്റോ സമ്മാനവും നൽകിയാണ് നിങ്ങളെ യാത്രയാക്കുന്നത്. നിങ്ങൾക്ക് ഉപഹാരങ്ങൾ നൽകാൻ പാലക്കാട് രൂപതയുടെ മാതൃവേദി ഡയറക്ടർ പെരിയ ബഹുമാനപ്പെട്ട ബിജു കല്ലിങ്കലച്ചനും ആനിമേറ്റർ സിസ്റ്റർ ലിൻഡയും നമ്മുടെ കൂടെയുണ്ട്. ഹൃദ്യമായി ഇവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും. ടീം കേരളശ്ശേരിയെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഫെനുവേൽ മദേഴ്സ് ബൈബിൾ കിസ് സീസൺ 2 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാം കണ്ടുമുട്ടും പുതിയ ചോദ്യങ്ങളും പുതിയ ടീമുകളുമായി നമ്മുടെ ശാലോം ടിവിയിൽ. അതുവരെ മിശിഹായുടെ സ്നേഹത്തിലായിരിക്കുക, തിരുസഭയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.